അപ്പോ എന്റെ പുതിയ വ്ളോഗായിട്ട് ഞാനും എന്റെ ചെറിയ അനിയനും വന്നിരിക്കുകയാണ്. അപ്പോ ദിസ് ഈസ് മൈ ലിറ്റിൽ ബ്രദർ റസാൻ. സരികൊടലി. അപ്പൊ മുന്നത്തെ വ്ളോഗിൽ ഏതെങ്കിലും ഹിന്ദി ഉണ്ടായിനോ? എല്ലാരും കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. ഇതെന്റെ ചെറിയ അനിയൻ, പേര് റസാൻ എന്നാണ്. സൺകിസ്റ്റ്. പിന്നെ ഈ എത്ര ക്ലാസ്സിലാണ് പഠിക്കണേ? പറ. ആറിലേക്ക്. ഏത് സ്കൂള്? ഹൈസ്കൂൾ. നമ്മൾ വിഷയത്തൊന്ന് മാറി. അപ്പോൾ നമ്മളിപ്പോൾ പുതിയ വ്ളോഗുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ വ്ളോഗിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞങ്ങളിപ്പോൾ ഉള്ള സ്ഥലം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. എൻ്റെ റൂമല്ലേ ഇത്, വീട്ടിലല്ല ഉള്ളത്, ആലപ്പുഴ വന്നിരിക്കുകയാണ്. എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു 5 years മുന്നേ മഴവിൽ മനോരമ ചാനലിൽ പാടാം നമുക്ക് പാടാം എന്ന് പറഞ്ഞിട്ടൊരു റിയാലിറ്റി ഷോയിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അപ്പോൾ അതിൽ ഞങ്ങളെ കൂടെ കുറേ കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, എല്ലാ പ്രായക്കാരും കണ്ടസ്റ്റൻ്റ് ആയിട്ടുണ്ടായിരുന്നു. ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ 6 വയസ്സുള്ള ആളായിരുന്നു. ഏറ്റവും പ്രായം കൂടിയ ആൾ 60 വയസ്സല്ലേനോ? 60 അല്ലേ? അപ്പോൾ ആ ഷോയിലുള്ള എല്ലാവരും കൂടി ചേർന്നിട്ടുള്ളൊരു ഗെറ്റ് ടുഗെദറാണ് ഇന്ന് ആലപ്പുഴ വെച്ചിട്ട്. അപ്പോൾ ഇതിനു മുന്നേയും ഇതുപോലെ 1-2 തവണ ഗെറ്റ് ടുഗെദർ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. എല്ലാ സമയത്തും ഓരോരോ കാര്യങ്ങൾ കൊണ്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തവണ എന്തായാലും ഞങ്ങൾക്ക് വരാൻ പറ്റി. അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി കോഴിക്കോട് നിന്ന് ആലപ്പുഴയിലേക്ക് തിരിച്ചു. അപ്പം ഇന്ന് ഏർലി മോർണിംഗ് ഒക്കെ എത്തി. അപ്പം നമ്മൾ ഒന്ന് വന്നു, ഒന്ന് ഉറങ്ങി എഴുന്നേറ്റു, ഒന്ന് ഫ്രഷായി റെഡിയായി. ഇനി നമുക്ക് പിന്നെ ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പിന്നെ പോകാൻ നിൽക്കുകയാണ് നമ്മളെല്ലാവരും. അപ്പോൾ ഉമ്മയും ഉപ്പയും ചെറിയ ആളുമാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ 4 പേരാണ് വന്നത്. അപ്പോൾ അവർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എന്നാൽ നേരത്തെ റെഡി അല്ലേ സനോ? സിനിമയ്ക്ക് കിട്ടുന്ന ബ്ലറായിരിക്കുന്നു. ഹൗസ് ബോട്ട് പോയിണോ നീ മുന്നേ? ഇല്ല, ഞാനും. അപ്പോൾ ഫസ്റ്റ് ടൈം അല്ലേ? പൊളിക്കണ്ടേ? അടിച്ചാളെ. അപ്പോൾ ബാക്കി കണ്ടസ്റ്റൻസിൻ്റെ വിശേഷങ്ങളും ഹൗസ് ബോട്ടിലെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മളെല്ലാവരും റെഡിയായി. ഇനി നമ്മൾ ഹൗസ് ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവാണ്. എല്ലാം റെഡി അല്ലേ? ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ ബോട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
അപ്പോ ഇത് നമ്മളെ കൂടെ ഉണ്ടായിരുന്ന 2 കണ്ടസ്റ്റൻസ് ആണ്. അന്ന് എത്ര വയസ്സായിരുന്നു അന്നാറോസിന്? ഇത് അന്നാറോസ്. അന്നക്കുട്ടി പറ, എവിടെയാണ് അന്നക്കുട്ടിയുടെ നാട്? ഞങ്ങളുടെ വീട് ആലപ്പുഴയാണ്. ഇവിടെ ഇവിടെയാണോ? ഇവിടെയല്ല, ഇവിടെ തൊട്ടടുത്താണ്. ഒരു 5-10 മിനിറ്റിന്റെ ദൂരമുള്ളൂ. അപ്പൊ നമ്മള് മഴവിൽ മനോരമ പാടാൻ നമുക്ക് പാടാൻ 3ാമത്തെ ഗെറ്റ് ടുഗദർ ആണിത്. അപ്പൊ അവിടെ വരാനും എല്ലാവരും കാണാനും പാട്ടൊക്കെ പാടാൻ പറ്റില്ല. ഒത്തിരി സന്തോഷമുണ്ട്. ഞങ്ങളിവിടെ അടിച്ചു പൊളിക്കാണ്. ഒരുപാട് വളർന്നു. നീ ഇത്രല്ലേ ഉണ്ടായിരുന്നു അന്ന്? ചെറിയ കുട്ടിയായിരുന്നു, ഇപ്പൊ വലിയ കുട്ടിയായി. അപ്പൊ നമ്മൾ അടുത്ത ആളിലേക്ക് പോവാണ്. ദിസ് ഇസ് അലീന. അലീന കൊച്ചെ പറയൂ, എവിടെയാണോ അലീന? ട്രിവാൻഡ്രത്തുനിന്നാണ്. ഞങ്ങള് കുട്ടി പറഞ്ഞ പോലെ നമ്മള് 3ാമത്തെ ഗെറ്റ് ടുഗദറാണ്. ഞങ്ങൾ രണ്ടുപേരും 3 തവണയും നമ്മൾ വന്നിട്ടുണ്ട്. 3 തവണ വന്നിട്ടുണ്ട്. ഞങ്ങൾ എപ്പോഴും കാണാറുണ്ട്. പിന്നെ ഞങ്ങൾ ആൾക്കാരാണ് സ്കൂൾ കലോത്സവത്തിനൊക്കെ പോകുമ്പോഴും ഞങ്ങൾ കാണാറുണ്ട്. ഞങ്ങൾ ഇടയ്ക്ക് മെസ്സേജ് അയക്കും. അലീന എത്ര ക്ലാസ്സിലെത്തി? ഞാൻ നെക്സ്റ്റ് 9th 9th. അപ്പൊ അന്ന് എത്ര വയസ്സായിരുന്നു? എനിക്ക് 8 വയസ്സുണ്ടായിരുന്നു. അന്ന് നമ്മളെ ഷോയിൽ വെച്ചിട്ടുള്ള എന്തെങ്കിലും മെമ്മറി ഉണ്ടോ മൈൻഡിൽ ഓർമ്മ ഉള്ളത്? ഷോയിൽ വെച്ചിട്ട് ചിത്രാമ്മയായിട്ട് കുറച്ചൊക്കെ മെമ്മറി ഒക്കെ ഉണ്ട്. പിന്നെ എന്താ, ചിത്രാമ്മയല്ലേ എല്ലാം. എനിക്ക് കണ്ട ദൈവം കണക്കാണ് ചിത്രാമ്മ. അതാണ് എനിക്കുള്ള മെമ്മറി അല്ലേ? അന്നക്കുട്ടിക്ക് എന്താണ് മെമ്മറി? എനിക്ക് കൊറേ മെമ്മറി ഉണ്ട്. പിന്നെ കുറച്ചും കൂടെ കുഞ്ഞായിരുന്നല്ലോ, അപ്പൊ ഒരിടയ്ക്ക് ഞാൻ വീണിട്ട് എന്റെ കൈ പൊട്ടിയാന്ന് ഓർക്കുന്നുണ്ടോ? ഈ ഫ്ലോറില് പാട്ടിന്റെ മുമ്പ് ഒമിറ്റ് ചെയ്ത് ഓർമ്മയുണ്ടോ? ഞാനത് ഫസ്റ്റ് ടൈം അങ്ങനെ കൊറേ മെമ്മറീസ്. അവരൊക്കെ ലഞ്ചിന് വേണ്ടിട്ട് അവിടെ വെയിറ്റ് ചെയ്യാൻ വ്ളോഗ് എടുക്കുന്നതുകൊണ്ട് അവിടെ ലോക്ക് ആയിട്ട് ഇരിക്കുകയാണ്. കമോൺ ഗായ്സ്, അവരെ പരിചയപ്പെടാം. ഈ 2 ഒരുപോലെയുള്ള ആൾക്കാർ ആരാ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും. ഇതാണ് നമ്മുടെ മെയിൻ ആൾക്കാരാണ്. അയ്യോ, ഇതിൽ ഏതാ ലിജി ചേച്ചി? ഏതാ ലിഷി ചേച്ചി? ഓക്കെ, ഇത് അന്നാറോസിന്റെ അമ്മമാരാണ്. ഇതില് പോയിക്കോട്ടെ. കാണുന്ന പോലെ ട്വിൻസ് ആണ് ഗായ്സ്. അന്ന് തൊട്ടേ ഞങ്ങൾക്ക് എല്ലാവർക്കും കൺഫ്യൂഷൻ ആയി ഇതിൽ ഏതായിരുന്നു അന്നാറോസിന്റെ അമ്മ എന്നുള്ളത്. പക്ഷെ രണ്ടാളും അവളുടെ അമ്മ ഒരുപോലെ, രണ്ടാളും അവളുടെ അമ്മ പോലെയാണ്. അതുകൊണ്ട് തന്നെ ആ കൺഫ്യൂഷന്റെ ആവശ്യമില്ലായിരുന്നു. ആരോട് പറഞ്ഞാലും അത് അവളുടെ അമ്മയോട് പറഞ്ഞ പോലെ തന്നെ ആയിരുന്നു അല്ലേ? അപ്പം കഴിഞ്ഞ 2 തവണ വരാൻ പറ്റിയില്ല, ഈ തവണ വന്നു. എങ്ങനെയുണ്ട് ഇതുവരെയുള്ള നമ്മുടെ ബോട്ടിന്റെ എക്സ്പീരിയൻസ്? ബോട്ടിങ്ങിന്റെ ഉച്ചയായത് ആരും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇത്രയും അടിപൊളി ഗായകരോടൊപ്പം ഇത്ര സമയം സ്പെൻഡ് ചെയ്തത് വലിയ സന്തോഷവും ഭാഗ്യമൊക്കെയാണ് ഞങ്ങൾ കാണുന്നത്. എല്ലാവരുടെയും പാട്ട് വീണ്ടും ലൈവായിട്ട് കേൾക്കാൻ പറ്റിയാൽ ഒത്തിരി സന്തോഷം. ഇതാരും ലിജി ചേച്ചി അല്ല, ലിഷി ചേച്ചി അല്ല. ഇത് മനസ്സിന് ഒത്തിരി സന്തോഷം. ഇത്രയും നേരം പോയത് ഒട്ടും ഇല്ല. ഇനിയിപ്പം ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെറിയ നേരമുള്ളൂ. എല്ലാവരുടെ വിശന്ന് വലഞ്ഞ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ലഞ്ചിലേക്ക് കിടക്കാം അല്ലേ? ഇത് നമുക്ക് പാടാം ടീം. യെസ്, ഇത് മുരളി ചേട്ടനാണ്. അപ്പൊ ചേട്ടൻ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ കണ്ടസ്റ്റൻസിൽ ഒരാളായിരുന്നു. അപ്പോ എക്സൈറ്റഡ് ആണോ? പിന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പൊ ബാക്കി വിശേഷങ്ങൾ അശോകേട്ടാ, 5 വർഷമായി കണ്ടിട്ട്, എന്തൊക്കെയാണ് വിശേഷങ്ങള്? 5 വർഷം അതുപോലെ തന്നെ ഇരിക്കുന്നു. അതെ. എല്ലാവരും ഇരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഗായ്സ്, ഇത് നോക്കൂ, ഇതാരാണ് ഇത് ഓടിച്ചോണ്ടിരിക്കുന്നത്? എടാ ലെഫ്റ്റ് പോടാ, ലെഫ്റ്റ്.
തോട്ടം തോന്നുന്നു അതായിരിക്കും ഗിയറടി പിടിച്ച് തിരിച്ച് മറിച്ചാ മതി മതി ആക്ഷൻ മതി റൂമൊക്കെ കാട്ടി കൊടുക്കാം ചേട്ടാ എന്തൊക്കെയാ ഇന്നത്തെ മെനു? ഞാനൊന്ന് അങ്ങോട്ട് വന്നോട്ടെ. സാലഡ്, സാമ്പാർ, പച്ചമോര്, കഞ്ഞിയും പൊരിച്ചത്, ചിക്കൻ. അപ്പൊ ഇതാണ് ജിജി ചേട്ടൻ. ജിജി ചേട്ടാ നമ്മളെ പരിചയപ്പെടാൻ വേണ്ടിട്ട് വന്നതാ. എങ്ങനെയുണ്ട് ഇതുവരെയുള്ള നമ്മളെ ബോട്ടിംഗ്? ബോട്ടിംഗ് അടിപൊളി, സൂപ്പർ. കഴിഞ്ഞ കൊല്ലം അതിന്റെ മുന്നത്തെ കൊല്ലൊക്കെ നിങ്ങൾ വന്നിരുന്നു? കഴിഞ്ഞ വർഷം ഇല്ലായിരുന്നു, അതിന്റെ സ്റ്റാർട്ടിംഗ് തൊട്ട് ഞാൻ ഉണ്ടായിരുന്നു. നിങ്ങളെ സ്ഥലമൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തോ? എന്റെ സ്ഥലം വൈക്കം, ഇവിടെ അടുത്ത ആലപ്പുഴ ഡിസ്ട്രിക്ട് അല്ല, കോട്ടയം ഡിസ്ട്രിക്റ്റില് വൈക്കം എന്ന് പറഞ്ഞ സ്ഥലമാണ്. അന്ന് കേട്ടുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീർ, അതാണ് ഓർമ്മ. അപ്പൊ നമ്മള് അന്ന് നമുക്ക് പാടാമല്ല എന്തെങ്കിലും മെമ്മറീസ് എന്തെങ്കിലും ഇപ്പൊ പെട്ടെന്ന് ഓർമ്മയിലുള്ള മെമ്മറീസ്? മറക്കാനാകാത്ത മെമ്മറീസ് എന്ന് പറഞ്ഞാൽ അച്ഛൻ മരിച്ചു പോയത്. ഞാൻ പ്രോഗ്രാം സമയത്തായിരുന്നു അച്ഛൻ മരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ മെമ്മറി എന്ന് പറയാനായിട്ട്. അന്ന് ആ സമയത്ത് ഞാൻ പാടാനായിട്ട് വയ്യാത്ത അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് അവിടെ നിന്ന് എൻ്റെ ഷെഡ്യൂൾഡായിരുന്നു അന്ന് പാടേണ്ടി വന്ന്. അങ്ങനെ ആ സമയത്ത് ഉണ്ണികളെ ഒരു കിളികിൽ പമ്പരം എന്നുള്ള പാട്ട് പാടി, അങ്ങനെ ഒരു അവസ്ഥ. അതാണ് എനിക്ക് പറയാനായിട്ട്. ഓരോരുത്തർക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട് ഷോയില്. നമ്മളൊക്കെ കാണാൻ പറ്റിയോ എന്ത് പിറകില് നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയുന്നില്ല. എല്ലാവരും 5 മിനിറ്റ് നമ്മളെ ഫ്ലോറിൽ നിന്ന് പാടുന്നതേ അറിയുന്നുള്ളൂ. അതിന് മുന്നിൽ നമുക്ക് ബാക്കിൽ നമുക്ക് കുറെ അനുഭവങ്ങളും പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം ഉണ്ട്. അപ്പോ നമുക്ക് ലഞ്ച് കഴിക്കാല്ലേ? ഓക്കെ, ഇതാണ് നമ്മളെ അടുത്ത എന്താ പറഞ്ഞോ അടുത്ത കണ്ടസ്റ്റന്റ് ആണ് സുമേഷ് ചേട്ടൻ. സുമേഷ് ചേട്ടനെ പരിചയപ്പെടുത്തുവോ പ്ലീസ്? എവിടെയാ സ്ഥലം എന്നൊക്കെ എന്റെ വ്യൂസിന് അറിയാം. കേക്കുന്നില്ല. പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി എന്ന സ്ഥലത്താണ്. മല്ലപ്പള്ളി എന്ന സ്ഥലത്ത് ജനിച്ച് വളർന്നു അവിടാണ്. മഴവിൽ മനോരമയിൽ വന്നതിന് ശേഷമാണ് ഞാൻ സുമേഷ് മല്ലപ്പള്ളി എന്നുള്ള പേര് അറിഞ്ഞത്. അതിനുശേഷം പെട്ടിവണ്ടി ഓടിക്കുമായിരുന്നു, ഇപ്പോഴും പെട്ടിവണ്ടി ഓടിക്കുക. അന്ന് റബ്ബർ വെട്ടും ടാപ്പിങ്ങും ഇടുമായിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള ഈ റഫ്ന ഉൾപ്പെടെയുള്ള ആൾക്കാരെ കണ്ടതിന് ശേഷമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ വേറൊരു ഐഡന്റിറ്റി അറിയാൻ തുടങ്ങിയത്. ഇവിടെ എല്ലാരും ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഇവിടെ തോരനുണ്ട്, സാലഡ് ഉണ്ട്, കരിമീൻ വറുത്തതുണ്ട്, പയറുപ്പേരിയുണ്ട്, എന്താ മോരുണ്ട്, ചിക്കൻ കറി ഉണ്ട്, പപ്പടമുണ്ട്, സാമ്പാറുണ്ട്. അതെ, ഞങ്ങളെല്ലാവരും സമാധാനത്തോടെ ഇരുന്ന് കഴിക്കട്ടെ.
കഴിച്ചു കഴിഞ്ഞാലല്ലേ മനസ്സിലാവും. ഇനി സമൃദ്ധമായ ഒരു ലഞ്ചൊക്കെ കഴിച്ച് ഞങ്ങളെല്ലാവരും ഇവിടെ പുറത്ത് ചുമ്മാ കാറ്റ് കൊള്ളാൻ ഇറങ്ങിയത്. ഇതാരത് ഇവിടെ? എന്തത്? നേരല്ലടാ മരം. ഇവിടെ അപ്പോൾ നമ്മൾ വേമ്പനാട്ട് കായലിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. ഇതൊക്കെ വേമ്പനാട്ട് കായലിൻ്റെ ഭാഗമെന്ന് പറഞ്ഞത്. നമ്മളിപ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഫിനിഷിംഗ് പോയിന്റിലേക്ക് റിട്ടേൺ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. നമ്മളുടെ ബോട്ടിങ് ഇവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം സമയം വൈകിട്ട് 3 മണി 4 മണി കവറായി. അപ്പോൾ കഴിയാൻ പോവാണ്. അപ്പോൾ ഇനി മുകളിൽ കുറച്ച് പാട്ടുകളും ഗെയിംസൊക്കെ നടക്കുന്നുണ്ട്. അതിനെക്കുട്ടി വിളിക്കാൻ വന്നാണ്. അപ്പം മുകളിലോട്ട് പോവാം. ഞാൻ മുകളിലായിരുന്നു, ഞാനിപ്പോൾ വേണ്ടടാ കഴിച്ചു. അപ്പോൾ ഗെയിമൊക്കെ കളിച്ച് നല്ലൊരു അടിപൊളി ഗെയിം കളിക്കാൻ പോണ്. വിന്നറിനൊക്കെ പറഞ്ഞുതരാവേ. അപ്പോൾ ഗെയിം കാണാം. നല്ല ഓക്കെ റെഡി. തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ എന്നുള്ളിൽ പൂക്കാലം കളിയാടാമേ, കിളിമരത്തണലോരം കളിയാടാമേ, കിളിമരത്തണലോരം കണ്ണാന്തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. താരനിരകൾ കാതിൽ സുഖരാഗമോടെ, മോഹജതികൾ നേർത്ത ശ്രുതിയിൽ ചേരുമൊരു കനവുമായി. കളിച്ച് ഞങ്ങള് നല്ലൊരു അടിപൊളി ഗെയിം കളിക്കാൻ പോണ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ആള് ഔട്ടായിരിക്കുകയാണ്.
അതായത് ഇത്രയും ഉദാര ഹൃദയായി സമ്മാനദാനം കൊടുക്കാമെന്ന് പറഞ്ഞ കുഞ്ഞു തന്നെ ആ സമ്മാനം മേടിച്ച് ഒരു അതെ. അപ്പൊ അന്നക്കുട്ടിക്ക് ഒരു അടിപൊളി കൈയടി കൊടുക്കുക. അങ്ങനെ 2024 നമ്മളെ മഴവിൽ മനോരമ പാടാം നമുക്ക് പാടാം ടീമിന്റെ ഗെറ്റ് ടുഗെദർ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മളെല്ലാരും അടിച്ചു പൊളിച്ചു. അപ്പൊ ഇനി പിരിയാണ്. ഇനി നെക്സ്റ്റ് ഇയർ കാണാം അല്ലേ?